ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ എൻ്റെ യാത്ര കാസർഗോഡാണ്. അപ്പോൾ ഇന്ന് വൺ ഡേ ട്രിപ്പായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പോയ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ യാത്ര തുടങ്ങുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. രാവിലെ 6:30 ഇവിടെ നിന്നും ട്രെയിന്. ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് തിരൂരിൽ നിന്നും കാസർഗോഡ് വരെ 100 രൂപയാണ്. എനിക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. ട്രെയിൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. 6:30 വരേണ്ട ട്രെയിൻ ഏകദേശം 7 മണിയോളം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് മാലിക് ദീനാറിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. പോകുന്ന വഴികൾ കാര്യങ്ങളൊക്കെയാണ് ഇത്. ഞാൻ കൊറോണയ്ക്ക് മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. എന്തായാലും മാലിക് ദീനാറിൻ്റെ ആ ഒരു മെയിൻ കവാടമാണ് ഈ കാണുന്നത്. ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയാണിത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം നേടിയ മലയാളക്കരയിലെ പുരാതനമായ പള്ളിയാണ് തളങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാലിക് ദീനാർ ജുമാ മസ്ജിദ്. ഹിജ്റ വർഷം 22 റജബ് 13 അതായത് AD 642 ചരിത്രപ്രസിദ്ധമായ മാലിക് ദീനാർ വലിയ ജുമാ മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് ചരിത്ര ലിഖിതങ്ങൾ വ്യക്തമാക്കുന്നത്. അറേബ്യൻ മണ്ണിൽ നിന്നും പായക്കപ്പലിലെത്തിയ മാലിക് ദീനാറും അനുയായികളും കേരളക്കരയിൽ 10ഓളം ജുമാ മസ്ജിദുകൾ സ്ഥാപിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. അറബി സംഘത്തിന്റെ ജീവിത രീതിയും പെരുമാറ്റത്തിലും സംതൃപ്തരായ കേരളത്തിലെ ഭരണാധികാരികൾ അവരെ വരവേറ്റിരുന്നു. മതപ്രബോധനം നടത്താനും പള്ളി നിർമ്മാണത്തിനും അനുമതി നൽകുകയും ചെയ്തു. അതിനുള്ള സാഹചര്യങ്ങളും സഹായങ്ങളും ഒരുക്കിക്കൊടുത്തു. ധാർമ്മിക ബോധത്തോടെയുള്ള മാലിക് ദീനാറിന്റെയും സംഘത്തിന്റെയും ജീവിത രീതിയിൽ പ്രചോദിതരായി ഒട്ടേറെ പേർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അവിടം മുതലാണ് കേരളത്തിൽ ഇസ്ലാം വേരാഴ്ത്തുന്നതും പടർന്നു പന്തലിക്കുന്നതും. കൊടുങ്ങല്ലൂരിൽ മാലിക് ദീനാറും സംഘവും ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ ചേരമാൻ മാലിക് ദീനാർ മസ്ജിദ് നിർമ്മിച്ച ശേഷം ഉത്തര മലബാറിലും തെക്കൻ കർണാടകയിലെ ബാർക്കൂറിലുമായാണ് പള്ളികൾ നിർമ്മിച്ചത്. അറേബ്യയിൽ നിന്ന് 10 വെണ്ണക്കല്ലുകൾ അവർ കൊണ്ടുവന്നിരുന്നു. അവ ഒന്ന് വീതം 10 പള്ളികളുടെയും ശിലാസ്ഥാപനത്തിനുപയോഗിച്ചു. രണ്ടാം ഖലീഫയായ ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലത്താണ് മാലിക് ദീനാറും 22 അനുയായികളും ഇസ്ലാമിക പ്രബോധനവുമായി കേരളത്തിലെത്തിയത്. കൊടുങ്ങല്ലൂരിലെ പള്ളിയുടെ സമാന രീതിയിലാണ് കാസർകോട്ടെ പള്ളിയും പടുത്തുയർത്തിയത്. ഇന്ന് കാണുന്ന മാലിക് ദീനാർ പള്ളി പല കാലങ്ങളിലായി പുനർനിർമ്മിച്ചതാണ്. പല തവണകളിലായി പള്ളി നവീകരിച്ചെങ്കിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ നവീകരണ പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പാരമ്പര്യ തനിമ ഒട്ടും തന്നെ ചോരാത്ത രീതിയിലാണ് പള്ളിയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. പഴയ പള്ളി അതേപടി നിലനിർത്തി ഇരുവശങ്ങളിലും 3 നിലകളിലായി വിശാലമായ കെട്ടിടം പണിതിട്ടുണ്ട്. ഇതോടെ ഒരേ സമയം 5000ഓളം പേർക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ചരിത്രം ഒളിഞ്ഞുകിടക്കുന്ന കാസർഗോഡിന്റെ പടിഞ്ഞാറെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ പള്ളിയും പരിസരവും കാണാനും മാലിക് ദീനാർ മക്ബറ സന്ദർശിച്ച് പുണ്യം നേടാൻ ഉദ്ദേശിച്ചും പുറം നാട്ടുകാരും നിരവധി ആളുകളാണ് ദിനംപ്രതി ഇവിടെ വരുന്നത്. അങ്ങനെ നമ്മൾ സിയാറത്തെല്ലാം കഴിഞ്ഞ് നേരെ പള്ളിയുടെ ബാക്ക് സൈഡിൽ ഒരു കുളം കാണാം. അതുപോലെ ഒരു വിശാലമായിട്ടുള്ള ഒരു കായലും കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയതാണ്. ആ സ്റ്റെപ്പ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് നേരെ താഴെ ഇറങ്ങിയതാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് നടന്ന് വന്നാൽ നമുക്ക് മാലിക് ദീനാർ പള്ളിയിലെത്താനായിട്ട് സാധിക്കും. അങ്ങനെ പള്ളിയിൽ നിന്നും ഇറങ്ങുന്ന ആ ഒരു സ്റ്റെപ്പുകളൊക്കെയാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് കരുതി. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് ബേക്കൽ കോട്ടയിലേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:30യോളം ആയിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. മാലിക് ദീനാർ പള്ളിക്ക് തൊട്ടടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണമായിട്ട്. അതിനുശേഷം നമ്മൾ നേരെ മാലിക് ദീനാർ പള്ളിയുടെ അടുത്ത് നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ബസ് കയറിയിട്ട് വേണം, 10 രൂപ കൊടുത്ത് ബസ് കയറി നേരെ KSRTC ബസ് സ്റ്റാൻഡിലെത്തണം. അവിടെ നിന്നും KSRTC പിടിച്ചാണ് നമുക്ക് നേരെ ബേക്കൽ കോട്ടയിലേക്ക് പോകാനുള്ളത്. ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് 25 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്. 2 പേർക്കുള്ള ടിക്കറ്റ് ചാർജ് 50 രൂപയാണ്. ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം യാത്ര കാണും. രസകരമായിട്ടുള്ള യാത്ര തന്നെയാണ് ഇവിടുന്ന് ബേക്കൽ കോട്ട വരെയുള്ളത്. പിന്നെ നമ്മൾ രാവിലെ തിരൂരിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ഒരു 7 മണിക്ക് ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 11:45 ഒക്കെ ആകുമ്പോഴേക്ക് ഒരു 11:30 11:45 നമ്മൾ നേരെ നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ നിന്നും ആദ്യം ഞങ്ങൾ വന്നത് മാലിക് ദീനാർ, അതിനുശേഷം ബേക്കൽ കോട്ട. ഈ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. എന്തായാലും ബേക്കൽ കോട്ട നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മെയിൻ കവാടം കാണാം. അതിനുശേഷം നമ്മളൊരു 2 മിനിറ്റ് നടന്നാൽ നേരെ ബേക്കൽ കോട്ടയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അവിടെ നിന്ന് നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് ഇവിടേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ് ഫീ ആദ്യം എടുത്തതിന് ശേഷം വേണം നമുക്ക് ബേക്കൽ കോട്ടയിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഒരുപാട് ഏരിയ നമുക്കിവിടെ കാണാനുണ്ട്.
കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത്. അറബിക്കടലിന്റെ തീരത്തായി ഏകദേശം 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൊണ്ടാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്. ഇവിടെയാണ് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് 25 രൂപയാണ്. ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത് ഇങ്ങനെയാണ്. എന്തായാലും ഞങ്ങൾ 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ ഇവിടെ മെയിൻ ഒരു കവാടം കാണാം. അത് കയറുന്നിടത്ത് തന്നെ ഒരു ക്ഷേത്രവും കാണാനായിട്ട് സാധിക്കും. എന്തായാലും നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് പ്രവേശിക്കാമെന്ന് കരുതി കയറുന്ന ഭാഗത്തുള്ള ആ ഒരു കാഴ്ചയാണിത്. ഈ കയറുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു അമ്പലവും കാണാനായിട്ട് സാധിക്കും. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലുള്ള പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലാണ് ഈ ബേക്കൽ കോട്ട എന്ന കടലോര പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ് ഈ സ്ഥലം. കാസർഗോഡ് നഗരത്തിൽ നിന്നും ഏകദേശം ഒരു 14 കിലോമീറ്റർ തെക്കായും കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്ന് 11 കിലോമീറ്റർ വടക്കായുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയൊരു കോട്ടയാണ്. ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയും ഇത് തന്നെയാണ്. കോട്ടയിൽ നിന്നുള്ള കടൽ തീരത്തിന്റെ മനോഹരമായ ദൃശ്യവും നയനാനന്ദകരമായ പ്രകൃതി ദൃശ്യങ്ങളും അനേകം വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ കോട്ടയിലെത്തിയപ്പോൾ ഏകദേശം 2 മണിയൊക്കെയാണ് സമയം. നട്ടുച്ചയായതുകൊണ്ട് നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്. എന്തായാലും നമ്മള് തിരൂരിൽ നിന്നും ഇവിടം വരെ വന്നില്ലേ, വെയിലൊന്നും നമ്മള് വിഷയമാക്കിയിട്ടില്ല. നമ്മളെല്ലായിടത്തും ഏരിയയിലൊക്കെ കറങ്ങിയിട്ടാണ് നമ്മള് ഇവിടെയെല്ലാം മാക്സിമം കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മള് വീട്ടിലേക്ക് തിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 35 ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മണിക്കൂറുകൾ ചുറ്റിക്കറങ്ങാനുണ്ട്. ഒരുപാട് ഏരിയ നമുക്കിവിടെ കാണാനായിട്ടുണ്ട്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ രാവിലെ വരണം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു 4 മണി 4:30ക്ക് ശേഷം ഇവിടെ വന്നാൽ നല്ല വൈബായിരിക്കും. നല്ലൊരു കിടിലൻ അന്തരീക്ഷമായിരിക്കും. ഇപ്പോൾ നമ്മൾ വന്നത് ഉച്ച സമയമായതുകൊണ്ട് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചതുകൊണ്ട് നല്ല തണല് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരുപാട് റെസ്റ്റ് എടുത്ത് ഇരുന്ന് സംസാരിച്ച് അതിനുശേഷമാണ് നമ്മള് കാഴ്ചകളൊക്കെ ഇങ്ങനെ നടന്ന് കാണുന്നത്. നമുക്കിവിടെ ഒരുപാട് നടക്കാനുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട്. നമുക്ക് കിടിലൻ ഫോട്ടോസ്, വീഡിയോസ്, റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഇരിക്കാനുള്ള പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. ഒരുപാട് മരങ്ങള്, മരത്തണല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഇരിക്കാം. എന്തായാലും നമ്മുടെ കയ്യില് എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ കയ്യില് കരുതുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചിട്ടൊക്കെ പോകാം. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുടിച്ചുകൊണ്ട് പോകാം. പിന്നെ ഇവിടെ നമ്മള് ഒരുപാട് നടക്കുമ്പോൾ ചെറിയൊരു ഷോപ്പ് കാണും. അവിടെ നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഒരുപാട് നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ക്ഷീണിച്ച് ഇരിക്കുന്നൊക്കെ ഉണ്ട് ട്ടോ. ഒരുപാട് മരത്തണലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 35 ഏക്കറോളം ഉള്ളത് കൊണ്ട് ഒരുപാട് സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് വന്നത്. ഒന്ന് മാലിക് ദീനാർ മസ്ജിദ്, അതുപോലെ ബേക്കൽ കോട്ട. പിന്നെ ഇവിടെ ഒരുപാട് ബീച്ചുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. റാണിപുരം അതൊക്കെയുണ്ട്. അവിടെയൊന്നും പോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല.
ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. ഈ സമയത്തുള്ള ഇവിടുത്തെ ഒരു കാലാവസ്ഥയാണിത്. ഈ ഒരു സമയത്ത് നമ്മളിവിടെ എത്തണം. 4 മണിക്ക് ശേഷം ഒരു 5 മണിക്ക് ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ എത്തിയാൽ നമുക്ക് ഒരുപാട് കാണാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈവനിംഗ് ആകുന്തോറും ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് പോകുന്നത് കാണാനായിട്ട് പറ്റും. കൂടുതലും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക വേറെ നാട്ടിലുള്ളവർ വിദേശികളെ ആയിരിക്കും. ഒരുപാട് സായിപ്പുമാര് എല്ലാം തന്നെ ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുന്നുണ്ട്. എന്തായാലും ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഈ സമയമാകുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് പറ്റും. ഒരു 4 മണിക്ക് ശേഷമായിട്ട്. എന്നാലും ചെറിയ വെയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ നിൽക്കുന്തോറും കൂടുതൽ ആളുകൾ ഇങ്ങനെ കൂടുന്നത് കാണാം. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് വലിയൊരു ബീച്ചുണ്ട്. അവിടെയാണ് കൂടുതൽ കാഴ്ചകൾ കാണാനായിട്ടുള്ളത്. ഏകദേശം ഒരു 5 മണിയോളം ആകുന്ന സമയത്ത് നമ്മൾ നേരെ ബീച്ചിനടുത്തേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ കോട്ട കണ്ടതിന് ശേഷം കടലിലേക്കുള്ള ആ ഒരു കോട്ടയുടെ ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. വട്ടത്തിലുള്ള ആ ഒരു കോട്ടയുടെ ചുമര് കടലിലേക്ക് ഇറക്കി കെട്ടിയിരിക്കുന്ന ഒരു ഭാഗമായിരിക്കും. അങ്ങനെ നമ്മളങ്ങനെ അതിലൂടെ അങ്ങനെ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ഇവിടെ നല്ല തണുത്ത കാറ്റുകളൊക്കെ വരും. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ. ഒരു വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇവിടെ വന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. എന്തായാലും നിങ്ങളിൽ ആരെങ്കിലും കാസർഗോഡ് ഈ ബേക്കൽ കോട്ടയിലൊക്കെ വന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻ്റ് ഇടാനായിട്ട് മറക്കരുത്. ഇനി ഈ കടൽ തീരത്തിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാം. അങ്ങനെ ഏകദേശം 5:45-ന് നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ്. ഏകദേശം ഒരു 7 മണിക്ക് നമുക്ക് തിരിച്ച് ട്രെയിനുണ്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് ബസ്സിന് വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്തായാലും ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻ്റായിട്ട് ഇടാൻ ഒരിക്കലും മറക്കരുതേ.